ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടും ഇപ്പോഴും ഈ മുസ്ലിം വനിതകൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ മാറ്റം വേണ്ടത്ര മുസ്ലിം സമുദായത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിപ്പോഴും പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ആണ് എല്ലാവർക്കും ആവശ്യം. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടിയെയൊന്നും അധികം ആർക്കും വേണ്ട. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അവൾക്കൊരു നല്ല വരനെ കിട്ടാൻ ഇപ്പോഴും വലിയ പ്രയാസം. അതൊരു വല്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. കുട്ടി 8ാം ക്ലാസ് പഠിക്കുമ്പോഴും അച്ഛൻ ഗൾഫിൽ നിന്ന് പണം ശേഖരിക്കുന്നത് ഇവിടെ കല്യാണത്തിന് വേണ്ടി അതാണ് എല്ലാവരും സ്ത്രീധനം ഒരുക്കി വെക്കാൻ. നേരെ മറിച്ച് അപ്പുറത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാശ് മുടക്കുന്നതെങ്കിൽ ഇവിടെ കല്യാണം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഒരുക്കങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീധനം ചോദിക്കാനുള്ളൊരവസ്ഥ നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡിന് ഒരു വലിയ മാറ്റം ഉണ്ടാവേണ്ടി. എൻ്റെ കല്യാണം ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മതി എന്ന് തൻ്റെ ഇടത്തോടു കൂടി അച്ഛനോടും അമ്മയോടും സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഈ കുട്ടി നേടിയെടുക്കണം. അത് ഈ സമൂഹത്തിൽ നമ്മൾ ആർജിച്ചെടുക്കണം. അത് ആർജിച്ചെടുക്കണമെങ്കിൽ അവൾക്ക് അതിനുള്ളൊരു വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോഴാണ് ജ്യോതിർഗമയ പ്രാഥമിക വിദ്യാഭ്യാസം അത് 100% അല്ലേ? അതാണ് നിലമ്പൂർ. അതെ, ഞങ്ങൾ ഈ കാര്യങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒട്ടനവധി ആവശ്യങ്ങൾ. ചിലർക്ക് കക്കൂസ് വേണം, വീട് വേണം, പിന്നെ റോഡ് വേണം, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒട്ടനവധി. പക്ഷേ ഈ വരുന്നവർക്ക് പലർക്കും എഴുതാൻ അറിയില്ല, ഒരു അപേക്ഷ പൂരിപ്പിക്കാൻ അറിയില്ല. വീട് വേണം, പക്ഷെ വീടിന് അപേക്ഷിക്കാൻ അറിയില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവരെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇവർ പരാതി പറയുന്നവരായിട്ട്. അപ്പോൾ ഇവർക്ക് പറയാനേ അറിയൂ, എഴുതാറിയില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു പാത്തുന്താത്ത എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നു. അപ്പോൾ അവർ വന്നത് അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ വേണം, അവർക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് കംപ്ലീറ്റ് ഫോറം പൂരിപ്പിച്ചു. താഴെ പാത്തുമ്മ എന്ന് എഴുതണം, അത് എഴുതാൻ അവർക്കറിയില്ല. അത് കഴിഞ്ഞ് ഫോറം എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഫോറം വായിച്ചു നോക്കി, അതിനകത്ത് വയസ്സില്ല. 60 കഴിഞ്ഞവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും, വയസ്സില്ല. അപ്പം ഞാൻ പാത്തുനാഥയെ വിളിച്ചത്, പാത്തുനാഥ വയസ്സ് വേണം, 60 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ വയസ്സില്ല എന്ന് പറഞ്ഞാൽ പാത്തുനാഥ കുറച്ചുകൂടി എൻ്റെ അടുത്ത് മനെ എനിക്കെൻ്റെ വയസ്സറിയില്ല. അങ്ങനത്തെ ഒരു പാത്തുനാഥക്ക് നമ്മൾ ഒരു വീടും കക്കൂസും കൊടുത്താൽ മാത്രം മതിയോ? അപ്പോൾ ഒരു മനസ്സിലേക്കൊരു വെളിച്ചം ആണ് ആദ്യം വേണ്ടത് എന്നൊരു എനിക്ക് തോന്നിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആദ്യം അക്ഷരം പഠിപ്പിച്ചങ്ങ് തുടങ്ങാം. ജ്യോതിർഗമയ പദ്ധതി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണല്ലേ MA ബേബിനെ എന്തായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം? അല്ല, സത്യം പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടായ ചെറിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഇടതുപക്ഷ സഹയാത്രികർ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും KSTA-ക്കാരും, ഇത് ഉദ്ഘാടനം ചെയ്ത P. ഗോവിന്ദപിള്ളയാണ്. നിരന്തരമായി ഇതിനു വേണ്ടി വന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ CP നാരായണൻ ആണ്. അങ്ങനെ അവരുടെയൊക്കെ സഹകരണം, കൂട്ടമായ അവിടെ സഹകരണം മാത്രം, നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് ഈ പദ്ധതി നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പഞ്ചായത്തിൽ 142 സ്റ്റഡി സെൻ്ററുകൾ നടക്കുക. അപ്പോൾ ഇതിൻ്റെ വലിയൊരു നടക്കുന്ന സമയത്ത് നന്നായി അത് വരുന്നു കണ്ടപ്പോൾ ഉണ്ടായ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒക്കെയാണ് അതിനകത്തുണ്ടായത്. പക്ഷെ അദ്ദേഹം വരികയും ചെയ്തു. വന്നപ്പോൾ പിന്നെ ഇവർ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഇവർ തടയാൻ ശ്രമിച്ചു, അത് തടഞ്ഞു. അപ്പോൾ പുള്ളി അത് ഒരു ഇതായിട്ടെടുത്തു. അങ്ങനെയാണ് സമരം. പിന്നെ ഒരു മന്ത്രിയെ സ്വന്തം പാർട്ടിക്കാർ തടഞ്ഞു എന്ന കാരണം കൊണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാധ്യമങ്ങളിൽ വല്ലാതൊരു വാർത്തയായിട്ട്. ജില്ലയിൽ എപ്പോഴും കോൺഗ്രസും ലീഗുമായിട്ട് സംഘർഷം അല്ലെങ്കിൽ സ്പർദ്ധ എപ്പോഴും നിലനിൽക്കാറുണ്ട്. അത് അച്ഛനിൽ നിന്നിപ്പോൾ സാർ ഏറ്റെടുക്കുന്നുണ്ടോ? മകൻ ഏറ്റെടുത്ത് ഒരു പിന്തുടർച്ച അവകാശമായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ പാർട്ടികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷത്തിന് ഒട്ടനവധി വഴികളുണ്ട്. മുൻകാല കോൺഗ്രസ് നേതാക്കന്മാർക്കുമൊക്കെ ലീഗുമായിട്ട് ഈ ഒരു കശപിശ ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ട്. അത് ഫാദർ മാത്രമല്ല, അതിന് മുൻപ് അബ്ദുറഹ്മാൻ സാഹിബാണെങ്കിലും മൊയ്തു മൗലവി ആണെങ്കിലും ഒക്കെ വളരെ നേരത്തെ ഉള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നണി എന്ന അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ച് ഒരു മിനിമം പ്രോഗ്രാമിൻ്റെ ഒരുമിച്ച് നിന്നുകൊണ്ട് മിനിമം പ്രോഗ്രാമിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിക്കൊണ്ട് ഒരുമിച്ച് പോകുക എന്ന് മാത്രം. ഫാദർ പറയുന്നത് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അത് പിന്നെ കോൺഗ്രസിൻ്റെ പാർട്ടി യോഗത്തിനകത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ നമുക്ക് പിന്നിലാക്കാൻ കഴിയും. അത് സ്വാഭാവികം ഒരു പാർട്ടി യോഗത്തിൽ ഏത് പാർട്ടിക്കാർക്ക് ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. അത് മുസ്ലിം ലീഗ് ഇത്രമാത്രം ഒരു വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഒരു വിവാദങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്
തങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി ഞാൻ പരാമർശിച്ചിട്ടില്ല. കാരണം അദ്ദേഹം UDF നേതാവാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്ന കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അലി ശിഹാബ് എന്ന പേര് ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് കേവലം കുറച്ച് സ്വാമിമാരുടെ പുറകെയും കുറച്ച് ധ്യാന കേന്ദ്രങ്ങളിലേക്കുമുള്ള ഈ സംഭവങ്ങൾ. ഇപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഹിന്ദു മുന്നണിക്കാർ മാർച്ച് നടത്തുന്നു, മറ്റത് തിരിച്ച് നടത്തുന്നു. അപ്പോൾ ഇത് കേവലം കുറച്ച് പരൽമീനുകളെ മാത്രം പിടിച്ചുകൊണ്ട് വൻ സ്രാവുകൾക്ക് രക്ഷപ്പെടാനുള്ളൊരവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇത് വേറെന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇത് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും 100 സ്വാമിമാരുണ്ടെങ്കിൽ 200 തങ്ങന്മാരും മൗലിയാക്കന്മാരും ഇതേ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും കള്ളസന്യാസിമാരാണെന്നോ എല്ലാവരും കള്ളന്മാരാണെന്നോ അർത്ഥത്തിലല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങളിലേക്ക് മാത്രം നീങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ സ്പർദ്ധ ഇവിടെ ഉണ്ടാക്കും. ഒരു സംശയ കാര്യത്തിലില്ല. അതുണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് നോക്കിക്കാണണം എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം. തങ്ങൾ എന്ന് പറഞ്ഞാൽ പണക്കാട് തങ്ങളാണ് എന്ന് എല്ലാവരും, കാരണം കൂടുതൽ തങ്ങന്മാർ ഇവിടെ ഉണ്ടോ എന്നൊന്നും പലർക്കും അറിയില്ല. ഇവിടെ എൻ്റെ നിലമ്പൂർ തന്നെ 8-10 തങ്ങന്മാരുണ്ട്. അപ്പോൾ തങ്ങളെന്ന് പറഞ്ഞാൽ പാണക്കാട് ശിഹാബ് തങ്ങളാണ് എന്നൊരു എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനൊരിക്കലും വ്യക്തിപരമായി അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ അദ്ദേഹത്തെ വ്യക്തിപരമായി പരാമർശിക്കാനോ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു സ്പർദ്ധ നിലനിൽക്കുമെന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരുപാട് മാർക്സിസ്റ്റ് നേതാക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും സാറിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? കോൺഗ്രസിൻ്റെ ഒരു മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ. അതിനപ്പുറത്തൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. വ്യവസായി എന്നൊരു പേര് കൂടി ഉണ്ട് താങ്കൾക്ക്. എന്തൊക്കെയാണ് ബിസിനസ് മേഖലയിൽ എന്തൊക്കെയാണ്? ഞാൻ കൺസ്ട്രക്ഷൻ ആണ് പ്രധാനമായിട്ട് ചെയ്യുന്ന, കൺസ്ട്രക്ഷനാണ്. എപ്പോഴും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഈ കൺസ്ട്രക്ഷൻ എന്നൊക്കെ കിട്ടുന്ന കാശ് അങ്ങോട്ട് ചെലവഴിക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് എപ്പോഴും എൻ്റെ അടുത്തുള്ളത്. കസിൻ ബ്രദർ എന്നെ സഹായിക്കുന്നുണ്ട്. പുള്ളി അതിന് മുഴുവൻ കാര്യങ്ങളും നോക്കും. ഞാൻ കുറച്ച് കാര്യം ഇപ്പോൾ കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് കൊണ്ട്, സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാനൊരു ഓവറോൾ മാനേജ്മെൻറ്റ് മാത്രം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ നടന്നു പോകുന്നത്.